രേവതി പൂ വിൽക്കാനായിട്ട് പോയിരിക്കാണ് അവളുടെ സ്കൂട്ടിയില്. നമ്മുടെ സച്ചിയാണെങ്കിൽ രേവതിക്ക് പുതിയൊരു സ്കൂട്ടിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിരുന്നല്ലോ. അങ്ങനെ ആ സ്കൂട്ടിയിലാണ് ഇനി മുതൽ നമ്മുടെ രേവതിയുടെ പൂക്കച്ചവടം. അങ്ങനെ തകൃതിയായിട്ട് തന്നെ അവളുടെ പൂക്കച്ചവടമൊക്കെ നടക്കുന്നുണ്ട്. അവളുടെ കാറിന് വാങ്ങിയ ലോണുകളെല്ലാം അവൾ അടച്ചു വീട്ടുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ട് ചന്ദ്രമതിക്കാണെങ്കിൽ സഹിക്കാനാവുന്നില്ല. ചന്ദ്രമതി ആകെപ്പാടെ കലിപൊണ്ട് നടക്കാണ്. വീട്ടിലെത്ര ജോലി കിടക്കുമ്പം അവൾ പോയിരിക്കാം. രവി ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്ര ഇത്? അവളെ എല്ലാ ജോലിയും തീർത്തിട്ട് പോയെന്ന് എനിക്കറിയാം. നീ നോക്ക്, വീടും പരിസരവും ഒക്കെ എങ്ങനെ കിടക്കണേന്ന്. മുറ്റവും വീടിന്റെ ഉള്ളിലൊക്കെ എന്ത് ഭംഗിയായിട്ടാണ് അവളെല്ലാം വൃത്തിയാക്കിയിരിക്കുന്നത്. ഓർത്തറ ബാത്റൂം വരെ കഴുകുന്നതും അവളല്ലേ. കഴിച്ച പാത്രങ്ങളെല്ലാം കഴുകി ഉച്ചക്കത്തിനുള്ള ചോറും കൂട്ടാനും എല്ലാം ആക്കി കാപ്പിയും എല്ലാം റെഡിയാക്കിയിട്ടല്ലേ അവള് പോയത്. പിന്നെ എന്തിനാ നീ അവളെ കുറ്റം പറയുന്നേ? നീ പണ്ടുണ്ടായിരുന്ന സമയത്ത് വൃത്തിയാണോ ഈ വീടിനെന്ന് നീ നോക്ക്. നിന്റെ മറ്റ് 2 മരുമക്കളുണ്ടല്ലോ, വർഷയും ശ്രുതിയും. അവര് എന്തെങ്കിലും ചെയ്യാറുണ്ടോ? കഴിച്ച പ്ലേറ്റ് എങ്കിലും അവര് കഴുകി വെക്കോ? കൊണ്ടുപോയി സിങ്കിലേക്ക് തള്ളിയിട്ട് പോവുകയല്ലേ രണ്ടുപേരും ചെയ്യാറ്. പാവം രേവതി അതുകൂടി അവളാ ചെയ്യുന്നത്. അങ്ങനെ ശിക്ഷ കൊടുക്കാൻ മാത്രം രേവതി എന്ത് തെറ്റാ ചന്ദ്ര ചെയ്തേ എന്ന് ചോദിക്കുന്നുണ്ട്. തെറ്റ് ചെയ്തു ഒന്നും ഞാൻ പറയുന്നില്ല. ഏതെങ്കിലും നല്ല കുടുംബത്തിലെ പെണ്ണ് വരേണ്ടതായിരുന്നു. അതെങ്ങനാ? അവന്റെ യോഗ്യതയ്ക്ക് അതല്ലേ കിട്ടുള്ളൂ. മതി, നിർത്ത്. സച്ചിയെ രേവതി നീ കുറ്റപ്പെടുത്തണ്ട. രേവതി ചെയ്ത ഏക തെറ്റ് സ്വത്തില്ലാതെ ഇങ്ങോട്ടേക്ക് കയറി വന്നുള്ളതാ. നീ ഇപ്പൊ വർഷേനെയും ശ്രുതിനെ സ്നേഹിക്കുന്നത് തന്നെ അവർക്ക് സ്വത്തുണ്ടെന്ന് കരുതിയിട്ടാണല്ലോ. അതില്ലാത്തവളായിപ്പോയി രേവതി. അതുകൊണ്ടാണല്ലോ നീ ഇങ്ങനെയൊക്കെ അവളോട് പെരുമാറുന്നത്. അതെ, അത് തന്നെയാ വേണ്ടത്. പിന്നെ സച്ചിയുടെ കാര്യം, അവനെ അതിനുള്ള യോഗ്യതയുള്ളൂ. അവളെ കിട്ടാനുള്ള യോഗ്യതയൊക്കെ അവനുള്ളൂ. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടും ഇങ്ങനെ ഒന്ന് കിടക്കുകയാണല്ലോ എന്നൊക്കെ പറയുമ്പോഴേക്കും രവി പറയുന്നുണ്ട്, ചന്ദ്രെ മതി, നിർത്തിക്കോ. ഇനി എന്തെങ്കിലും പറഞ്ഞാ എന്റെ കയ്യിൽ നിന്ന് ശരിക്കും മേടിക്കും എന്ന് പറയുന്നുണ്ട്. ഈ സമയം രേവതി പുറത്തുനിന്ന് കയറി വരായിരിക്കും. അപ്പോഴേക്കും രവി പറയുന്നുണ്ട്, നിന്റെ ഈ സ്വഭാവം കാണുമ്പോൾ എനിക്ക് നല്ല പേടിയാവുന്നുണ്ട്. എനിക്ക് നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ എന്റെ സ്വത്തുക്കൾ മുഴുവനും 3ആയിട്ട് ഭാഗിക്കണം. ശ്രീകാന്തിനും ശ്രുതിക്കും സച്ചിക്കും 3 പേർക്കും ഒരേ തുല്യമായി ഭാഗിച്ചു കൊടുക്കണം എന്ന് പറയുമ്പം ഇല്ല ചന്ദ്രേട്ടാ, ഇല്ല രവിയേട്ടാ, അതൊരിക്കലും നടക്കില്ല. എന്തൊക്കെ പറഞ്ഞാലും ഞാൻ സച്ചിക്ക് 1 രൂപ പോലും കൊടുക്കില്ല. സച്ചിയെ എന്റെ മോനല്ല, നിങ്ങളുടെ മോനാ. അതുകൊണ്ട് ഞാൻ ഒന്നും അവന് കൊടുക്കില്ല. എന്റെ മക്കള് ശ്രുതിയും ശ്രീകാന്തും മാത്രമേ ഉള്ളൂ. അവർക്ക് 2 പേർക്കും ഞാൻ വീതിച്ചു കൊടുത്തോളാം. എന്തായാലും അവനെപ്പോലെ ഒരുത്തരും ഞാൻ ഒരിക്കലും ആ സ്വത്ത് കൊടുക്കില്ല എന്ന് പറയുന്നുണ്ട്. എന്താ ചന്ദ്രേ നീ പറയുന്നത്? മധുചന്ദ്രേ നിർത്ത്. ഇത് എന്റെ സ്വത്തുക്കളാണ്. 3 പേർക്കും തുല്യമായി തന്നെ ഇത് വീതിക്കണം. അങ്ങനെ മുദ്രപത്രത്തിൽ എഴുതി വെച്ചിട്ടേ ഞാൻ പോകുമെന്ന് അവൻ പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, ഇല്ല, എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അവന് കൊടുക്കാൻ സമ്മതിക്കില്ല. അവനും അവളും ഇറങ്ങട്ടെ തെരുവിലേക്ക്. ഒരെണ്ണം പൂക്കച്ചവടം ചെയ്ത് വഴിയോർ തിരിക്കട്ടെ. മറ്റവൻ ആ വഴി സൈഡിൽ തന്നെ ഒരു ടാക്സി വിട്ട് അവിടെ കിടക്കട്ടെ വായം പൊളിച്ച്. ആരെങ്കിലും സവാരിക്ക് വരുന്നുണ്ടോ നോക്കി എന്നൊക്കെ പറഞ്ഞ് ചന്ദ്ര കുറെയൊക്കെ പറയുന്നുണ്ട്. ഇത് കേട്ട് സങ്കടപ്പെട്ട് രേവതി പുറത്തേക്ക് വരുമ്പോഴായിരിക്കും അവിടെ സച്ചി കയറി വരുന്നത് കാണുന്നത്. സച്ചി ചോദിക്കാണ്, എന്താ രേവതി നീ എന്തിനാ കരയുന്നത്? നീ ഇപ്പം തിരിച്ചു വന്നതല്ലേ ഉള്ളൂ. അതിനു മുമ്പേ അമ്മ എന്തെങ്കിലും പറഞ്ഞോ? ജോലി ചെയ്തില്ലെന്ന് പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞോ? ഇങ്ങോട്ട് വന്നേ, ഞാൻ ചോദിക്കട്ടെ. സച്ചിയേട്ടാ നിക്ക്, അതൊന്നും അല്ല കാര്യം. പിന്നെന്താ? എന്താ കാര്യം? അപ്പോഴേക്കും രേവതി ചോദിക്കാണ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സച്ചിയേട്ടൻ ഈ അമ്മയുടെയും അച്ഛൻ്റെയും മകൻ തന്നെയാണോ? എന്താ നീ അങ്ങനെയൊക്കെ ചോദിക്കുന്നേ? അല്ല, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. ഈ അച്ഛൻ്റെ അമ്മയുടെ തന്നെ മകനാണോ? അതോ സച്ചിയുടെ അമ്മ വേറെ ആരെങ്കിലും ആണോ? അച്ഛൻ്റെ ആദ്യ ഭാര്യയിലുള്ള മകൻ അങ്ങനെ എന്തെങ്കിലും ആണോ ചോദിക്കുമ്പം നീ എന്താ രേവതി പറഞ്ഞേ? അച്ഛൻ ഒരു വിവാഹം കഴിച്ചിട്ടുള്ളൂ, അത് ഈ അമ്മേനെ തന്നെയാ. ഇവർ തന്നെയാ എന്നെ പ്രസവിച്ച എൻ്റെ അമ്മയച്ഛനും. പിന്നെന്താ സച്ചിയേട്ടാ അവരങ്ങനെയൊക്കെ പറയുന്നത്? അവരെന്ത് പറഞ്ഞത് നീ പറയുന്നേ? അത് പിന്നെ ഞാൻ പുറത്തുനിന്ന് കേട്ടതാ. അച്ഛൻ ഈ സ്വത്തുക്കളെ മുഴുവനും 3ആയി ഭാഗിക്കണം എന്ന് പറഞ്ഞപ്പോ അമ്മ പറയാണ്, എനിക്ക് 2 മക്കളെ ഉള്ളൂ. സച്ചിയേട്ടൻ അച്ഛൻ്റെ മോനാണല്ലോ, അതുകൊണ്ട് ഒന്നും കൊടുക്കില്ലെന്നൊക്കെ പറയുന്നു. അതാ സച്ചിയേട്ടാ എനിക്ക് എന്തോ പോലെ തോന്നിയത്. അതിൻ്റെ കൂടെ തന്നെ ചന്ദ്ര ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടോ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങളുടെ മകനെ ജയിലിലായിരുന്നോ? ആ ജയിൽ പുള്ളിക്കൊന്നും സ്വത്തുക്കളൊന്നും ഞാൻ കൊടുക്കില്ലെന്നൊക്കെ പറഞ്ഞ് അവൻ ജയിലിൽ കിടന്ന കാര്യങ്ങളൊക്കെ ചന്ദ്ര പറയുന്നുണ്ടായിരുന്നു. രേവതി ചോദിക്കാണ്, അതെന്താ സച്ചിയേട്ടാ അമ്മ നിങ്ങൾ ജയിലിൽ കിടന്നൊക്കെ പറഞ്ഞത്? എന്താ എന്നോട് പറയുന്നത് മറച്ചത്? പറ സച്ചിയേട്ടാ എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ അത് കഴിഞ്ഞ കാര്യമാണ്, എന്നെ ഒന്നും ഓർപ്പിക്കണ്ട. അത് ഓർക്കുമ്പം എന്റെ ചങ്ക് കിടന്ന് പെടയുമെന്ന് സച്ചി പറയുന്നുണ്ട്.
അവള് ചോദിക്കാണ്, സച്ചിയേട്ടാ പറ, എന്താണെങ്കിലും എന്നോട് പറ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇപ്പോഴൊന്നും അല്ല, ഞാൻ വളരെ കുഞ്ഞായിരുന്ന സമയത്താ അന്ന് സുധിയും ഞാനും ഉണ്ടായിരുന്നു. അന്നാണ് അമ്മയ്ക്ക് ഞങ്ങൾക്ക് ഒരു അനിയത്തി കുഞ്ഞാവേ ഉണ്ടാകുന്നത്. അങ്ങനെ കുറച്ചാൾ കഴിഞ്ഞപ്പോൾ സുധിക്ക് തോന്നി അമ്മയുടെ സ്നേഹം മുഴുവനും ആ കുഞ്ഞാവയിലേക്കാണ്. കുട്ടികളെ കൊണ്ടാകുന്ന ചെറുതരം പ്രോസസ്സിനസ് ഒക്കെ നിനക്ക് അറിയുന്നില്ലേ? ആ ഒരു സമയത്ത് സുധി ആ തെറ്റ് അവൻ ചെയ്തു. എൻ്റെ കൺമുമ്പിൽ വെച്ചാണ് എൻ്റെ അനിയത്തിയെ ഞങ്ങൾക്ക് നഷ്ടമായത്. രക്ഷിക്കാൻ വേണ്ടി ഞാൻ പലതവണ ശ്രമിച്ചു, പക്ഷെങ്കിലും നടന്നില്ല. കുഞ്ഞിനെ കോരിയെടുത്ത് ഞാൻ അവളെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കായിരുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഓടി വന്നു എൻ്റെ അമ്മയും അച്ഛനുമെല്ലാം. പക്ഷേ അച്ഛനെ കാര്യം മനസ്സിലായി, ഞാനല്ലത് ചെയ്തെന്നും സുധിയാ ചെയ്തെന്നുള്ള കാര്യം. പക്ഷെങ്കിൽ അമ്മ അത് വിശ്വസിച്ചില്ല. അമ്മ എപ്പോഴും അത് ഞാൻ തന്നെയാണെന്ന് വിശ്വസിക്കായിരുന്നു. അങ്ങനെ പോലീസ് വന്നു, ആകെ ബഹളമായി, പ്രശ്നങ്ങളായി. അവസാനം എൻ്റെ അനിയത്തിനെ കൊന്ന കേസിൽ ഞാൻ അകത്തുപോയി. അന്ന് കുട്ടിയായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ ജുവനൈൽ ഹോമിലേക്കാണ് എന്നെ അയച്ചത്. അപ്പൊ പോലും സുധീർ വാക്ക് പോലും ആരോടും പറഞ്ഞില്ല ഞാനാണ് അത് ചെയ്തെന്നുള്ള കാര്യം. അതുപോലെ അച്ഛനും ആരോടും പറഞ്ഞില്ല. അതിന്റെ സച്ചിയുടെ അച്ഛൻ ആരോടും പറയാഞ്ഞേ? അത് പിന്നെ അന്ന് അച്ഛന്റെ മാനസികാവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. ഞാനല്ല ചെയ്തെന്ന് അച്ഛൻ കണ്ടതാ. സുധീർ കൈകൊണ്ടാണ് എൻ്റെ അനിയത്തിക്ക് അപകടം ഉണ്ടായെന്നും അച്ഛൻ അറിഞ്ഞതാ. പക്ഷെങ്കിൽ അച്ഛനത് പറഞ്ഞില്ല. ഞാൻ ഇന്നേ വരെ ചോദിച്ചിട്ടുമില്ല എന്തുകൊണ്ടാണ് എന്നെ ജയിലിലേക്ക് അയച്ചെന്നും സുധീർ രക്ഷപ്പെടുത്തിയെന്നും ഞാൻ ചോദിച്ചിട്ടില്ല. കാരണം എൻ്റെ അച്ഛനെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് നീയും അതൊന്നും ചോദിക്കാൻ നിൽക്കേണ്ട. സച്ചിൻ എന്തൊക്കെയാ പറയണേ? ഇത്രയും കാലം എല്ലാവരും മുമ്പിൽ അപമാനിക്കപ്പെട്ടതും എല്ലാവരും മുമ്പിൽ നിങ്ങളുടെ അമ്മ നിങ്ങളെ തഴഞ്ഞു പറഞ്ഞു എല്ലാം ഈ ഒരു കാരണം കൊണ്ടാണെങ്കിൽ അതെനിക്ക് ചോദിക്കണം. അച്ഛൻ എന്ത് പണിയാ കാണിച്ചെന്ന് എനിക്ക് ചോദിക്കണമെന്ന് പറയുമ്പം സച്ചി പറയുന്നുണ്ട്, നിർത്ത് രേവതി, മതി. എൻ്റെ അച്ഛനെ കുറിച്ച് നീ ഇനി ഒരു വാക്കൊല്ലും മിണ്ടിപ്പോകരുത്. എനിക്ക് എൻ്റെ അച്ഛനാണ് വലുത്. അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. ഇപ്പൊ ആത്മഹത്യ ചെയ്യാൻ പറഞ്ഞാൽ പോലും ഞാനത് ചെയ്യും. കാരണം എൻ്റെ അച്ഛൻ എനിക്ക് അത്രത്തോളം ഇഷ്ടമാണ്. എൻ്റെ അനിയത്തി എൻ്റെ ഈ കൈ കിടന്നാ മരിച്ചത്. അതൊരു നിമിഷം പോലും ഓരോ ദിവസവും ഞാനത് ഓർക്കാതെ കിടന്ന് ഉറങ്ങാറില്ല. അത്രമാത്രം എന്നെ പേടിപ്പെടുത്തുന്നൊരു സംഭവമായിരുന്നു അത്. ഇന്നുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ അനിയത്തി ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമായിരുന്നു. അമ്മയ്ക്ക് അവളെ ഒരുപാട് ഇഷ്ടമായിരുന്നു. ആ ഇഷ്ടമാണ് എന്നോടുള്ള ദേഷ്യമായത്. ആ എന്നോടുള്ള ദേഷ്യവും അവളോടുള്ള ഇഷ്ടവും ഒരുമിച്ചാണ് സുധിയോടുള്ള ഇഷ്ടമായി മാറിയത്. അന്നോട്ടാണ് സുധി അമ്മ ഇത്രയധികം സ്നേഹിച്ച് അവനെ ലാളിച്ച് വളർത്താൻ തുടങ്ങിയത്. അതേപോലും എന്നെ തഴയാനും തുടങ്ങിയത്. ഞാൻ അമ്മയ്ക്കൊരു മകൻ പോലും അല്ലാതായി. അവിടെയൊക്കെ പഠിച്ചു വളർന്നുകൊണ്ട് തന്നെ എനിക്ക് നല്ല വിദ്യാഭ്യാസം പോലും നേടാൻ പറ്റാതായി. സ്വന്തം കാലം നിൽക്കാൻ വേണ്ടി അമ്മയുടെ ഓരോ കുത്തുവാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ അങ്ങനെ ഇറങ്ങിയതാ, ഞാൻ എൻ്റെ വണ്ടിയും കൊണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അച്ചമ്മയ്ക്ക് ഈ സത്യങ്ങളൊക്കെ അറിയാവോ? ഇല്ല, അച്ചമ്മയ്ക്കും ഇതൊന്നും അറിയില്ല. ആകെപ്പാടെ ഈ സത്യത്തിൽ അറിയുന്ന ഒരാള് ഞാനും എൻ്റെ അച്ഛനും മാത്രമാണ്. പക്ഷേ അച്ഛൻ ആളോടൊന്നും തുറന്നു പറഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ഞാനും പറഞ്ഞില്ല എന്ന് സച്ചി പറയുന്നുണ്ട്. ഇതെല്ലാം അവിടെ മാറി നിന്ന് നമ്മുടെ ചന്ദ്ര കേൾക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ചന്ദ്ര ചങ്ക് പൊട്ടി കരയുന്നുണ്ട്. രവിയുടെ അടുത്തേക്ക് പോയിട്ട് രവിയുടെ ഷർട്ടിനെ കുത്തിപ്പിടിക്കുകയാണ്. ഇതും കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് സച്ചിയും രേവതിയും സുധിയും എല്ലാവരും കൂടി വരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ അമ്മയെ കാണിക്കുന്നേ? അച്ഛനെ ഷർട്ടിന്ന് വിട്. ഇല്ലടാ, ഇയാളെന്നെ ചതിച്ചു, ഇയാള് ചതിയരാ എന്നൊക്കെ പറയുമ്പം രവി ചോദിക്കുകയാണ്, ചന്ദ്രേ നീ എന്തൊക്കെയാ പറയുന്നേ? ഞാൻ ചതിയനാണെന്നോ? നിനക്ക് എന്താ പറ്റിയത് എന്ന് ചോദിക്കുമ്പോഴേക്കും മതി, നിങ്ങൾ അക്ഷരം പോലും മിണ്ടിപ്പോവരുത്, സത്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞു എന്ന് പറയുമ്പോഴേക്കും എന്ത് സത്യം അറിഞ്ഞുവെന്ന് പറ, നമ്മുടെ മോളെ ആരാ ഇല്ലാതാക്കി എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും സുധിയുടെ മുഖം ഒരുമാതിരി ആവുന്നുണ്ട്. ശ്രുതി ചോദിക്കുകയാണ്, നിങ്ങളുടെ മോളോ? അതിന് നിങ്ങൾക്ക് അനീതി ഉണ്ടായിരുന്നോ? ശ്രുതി പറയാണ്, അത് ഉണ്ടായിരുന്നു കുഞ്ഞുനാളില്. അപ്പോഴേക്കും ചന്ദ്ര പറയാണ്, എൻ്റെ കുഞ്ഞിനെ കൊന്നത് ഈ സച്ചിയാണെന്നല്ലേ എല്ലാവരും പറഞ്ഞത്? അതുകൊണ്ടല്ലേ സച്ചിയെ ഞാൻ ഇത്രയധികം വെറുത്തത്? പക്ഷെങ്കിൽ എൻ്റെ കുഞ്ഞിനെ കൊന്നത് ഈ ശ്രുതിയായിരുന്നല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴേക്കും ശ്രുതി ഒന്ന് ഷോക്കായി നിൽക്കുകയാണ്. ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മ എന്തൊക്കെയാ പറഞ്ഞേ? ശ്രുതി കൊന്നോ? ആരെ? എന്തിനു വേണ്ടി? എന്തമ്മേ? എന്താ കാര്യം? തെളിച്ചു പറ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അന്ന് നടന്ന ഫ്ലാഷ് ബാക്ക് ചന്ദ്ര പറയുന്നുണ്ട്. ചന്ദ്ര പായൊക്കെ കൊടുത്ത് കുഞ്ഞിനെ ഉറക്കി കിടത്തിയിട്ടാണ് അടുക്കളയിലേക്ക് ചെന്നത്. ഈ സമയത്ത് ശ്രുതിക്കാണെങ്കിൽ അവളോട് ആണ് ഇഷ്ടക്കൂടുതലെന്ന് ശ്രുതിയുടെ മനസ്സിൽ തോന്നാണ്. അതുകൊണ്ട് തന്നെ അവളെ ഇല്ലാതാക്കണമെന്ന് ശ്രുതി ഉറപ്പിക്കുന്നുണ്ട്. അങ്ങനെ അമ്മയെ തക്ക നോക്കി ശ്രുതി ആ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സച്ചി ഇതെല്ലാം കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും സമയം കഴിഞ്ഞു പോയിരുന്നു. ആ കുഞ്ഞ് പെടഞ്ഞു മരിക്കുന്നത് കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് സച്ചി ഓടി വരുന്നത്. ഓടി വന്ന് ആ കുഞ്ഞിനെ വാലെടുക്കാൻ ശ്രമിച്ചെങ്കിൽ പോലും ശ്രുതി അവിടെ നിന്ന് ഓടിക്കളഞ്ഞു. സച്ചി ആണെങ്കിൽ ശ്രമിച്ചിട്ടും
കുഞ്ഞിനെ രക്ഷപ്പെടുത്താനായില്ല. അതും കണ്ടുകൊണ്ടാണ് അങ്ങോട്ടേക്ക് ചന്ദ്ര ഓടി വരുന്നത്. ഇവനാണ് ചെയ്തതെന്ന് പറഞ്ഞ് ചന്ദ്ര സച്ചിയെ ഒരുപാട് അടിക്കുകയും കുഞ്ഞിനെ കോലെടുത്ത് കരയൊക്കെ ചെയ്തു. പോലീസും ആംബുലൻസും നാട്ടുകാരും എല്ലാം വന്നപ്പോഴും അച്ഛനൊന്നും മിണ്ടിയില്ല. അതെല്ലാം അച്ഛനും അറിയുന്നുണ്ടായിരുന്നു. സച്ചിയാണ് രക്ഷപ്പെടുത്താൻ വന്നെന്നുള്ള കാര്യം അച്ഛൻ കണ്ടു. അച്ഛനും ഒരുപാട് ശ്രമിച്ചതാണ്, പക്ഷെ പറ്റിയില്ല. സത്യങ്ങളെല്ലാം അറിയാവുന്ന അച്ഛൻ അവനെ കൂട്ടു നിൽക്കായിരുന്നു. അത് വേറൊന്നും കൊണ്ടല്ല, സുധീനെ ഒരുപാട് അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു. സുധിയാണ് ചെയ്തെന്ന് അറിഞ്ഞെങ്കിൽ ഒരുപക്ഷെ നീ എന്തെങ്കിലും കടങ്ങേ ചെയ്യുമോന്ന് ഓർത്താണ് ഞാൻ പറയാതിരുന്നെന്ന് പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? സച്ചിയും സുധിയും അന്ന് എനിക്ക് ഒരുപോലെയല്ലേ ഉള്ളായിരുന്നു. രണ്ടുപേരിൽ ആര് ചെയ്തതെങ്കിലും എൻ്റെ മനസ്സ് അതുപോലെ തന്നെ ആയിരിക്കായിരുന്നു. പിന്നെ നിങ്ങൾ എന്തുകൊണ്ട് മറച്ചു വെച്ചെന്ന് ചോദിക്കുമ്പോൾ, അല്ല, അന്ന് സുധിയോട് നിനക്ക് പ്രത്യേക ഒരു താല്പര്യമായിരുന്നു, പഠിക്കാൻ മിടുക്കാനായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് നീ കൂടുതൽ കെയർ ചെയ്യായിരുന്നു. അവനാണ് ഇത് ചെയ്തെന്നറിഞ്ഞാൽ ഒരുപക്ഷെ നിനക്ക് താങ്ങാനാവില്ല. കാരണം അവന് ഇവരെക്കാട്ടിലൊക്കെ പ്രായക്കൂടുതലുണ്ടായിരുന്നല്ലോ, അത്യാവശ്യം മെച്യൂരിറ്റി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാം മറന്ന് അവൻ ചെയ്യുമ്പോൾ നിനക്ക് താങ്ങാനാവില്ലെന്നാ എനിക്ക് തോന്നിയത്. നീ എന്തെങ്കിലും കടങ്ങി ചെയ്യുമെന്ന് ഞാൻ പേടിച്ചു പോയി. സച്ചിയാണെങ്കിൽ അവൻ കുഞ്ഞല്ലേ, അതുകൊണ്ട് അവൻ അറിയാതെ ചെയ്താന്ന് കരുതി നീ ക്ഷമിക്കുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ നിന്റെ ദേഷ്യം ഇത്രയും കാലം നീണ്ടുപോകുന്ന ഞാൻ അറിഞ്ഞില്ലെന്ന് പറഞ്ഞ് രവി പൊട്ടിക്കരയുന്നുണ്ട്. മതി, നിങ്ങൾ നിർത്ത്. നിങ്ങൾക്ക് അറിയാനുള്ള യാതൊരു അവകാശവുമില്ല. കഴിഞ്ഞ 10-20 വർഷമായിട്ട് എൻ്റെ മകനെ ഞാൻ തുള്ളി പോലും സ്നേഹിച്ചിട്ടില്ല. അവനെ തള്ളി പറയുകയായിരുന്നു. ഇറക്കിടാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അവൻ്റെ ഭാര്യനെയും അവനെയും ഞാൻ അംഗീകരിച്ചിട്ട് കൂടിയില്ല. പകരം എൻ്റെ കുഞ്ഞിനെ കൊന്ന ഇവനെയാണ് ഞാൻ സ്നേഹിച്ചത്, ഇവനെയാണ് ഞാൻ ലാളിച്ചത്. എൻ്റെ എല്ലാം നൽകി എൻ്റെ എല്ലാ കഷ്ടപ്പാടും കൊടുത്ത് ഞാൻ സഹായിച്ചതും സ്നേഹിച്ചതുമെല്ലാം ഈ ഒറ്റ ഒരുത്തിനെയാണ് എന്നും പറഞ്ഞ് സുധീരൻ നേരെ ചെല്ലുന്നുണ്ട്. എടാ, നീയാണല്ലേ അപ്പാ ചതി ചെയ്തത്. ഇത്രയും വർഷമായിട്ടും ആരോടും ഒന്നും പറയാതെ എന്നോട് എത്ര തവണ നീ എരിവ് കേട്ട് തന്നു. സച്ചി അത് ചെയ്തു, സച്ചി ഇത് ചെയ്തെന്നും പറഞ്ഞിട്ട് എന്തൊക്കെ നീ പറഞ്ഞു തന്നു. പാവം സച്ചി, അതെല്ലാം കേട്ട് ഞാൻ ഉപദ്രവിക്കായിരുന്നു. നീ ഒറ്റ ഒരുത്തൻ കാരണം ഒരു തവണയെങ്കിലും നിനക്ക് സത്യം പറഞ്ഞു തരുന്ന ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും സുധി അവിടെ നിന്ന് കരയുന്നുണ്ട്. അമ്മേ, എനിക്കറിയാതെന്ന് തെറ്റുപറ്റി പോയതാണ്, എന്നോട് ക്ഷമിക്കണം അമ്മേ. അന്ന് സച്ചി ആയതുകൊണ്ട് അവന് ചെറിയ ശിക്ഷ കിട്ടി, അവൻ പുറത്തിറങ്ങി. ഞാനായിരുന്നെങ്കിൽ എനിക്ക് കൂടുതൽ ശിക്ഷ കിട്ടുമായിരുന്നു. അതൊക്കെ പേടിച്ചിട്ടാണ് ഞാൻ പറയാതിരുന്നത്. അച്ഛനൊന്നും മിണ്ടാഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്നും പറഞ്ഞില്ലെന്ന് പറഞ്ഞ് സുധീം കരയുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, അമ്മേ അതൊക്കെ വിട്ടേറെ, അതെല്ലാം കഴിഞ്ഞു പോയ കാര്യങ്ങളില്ലെന്ന് പറഞ്ഞ് സച്ചി കരയുമ്പോഴേക്കും രേവതി ആശ്വസിപ്പിക്കുന്നുണ്ട്. ചന്ദ്രൻ പറയുന്നുണ്ട്, വിട്ടുകളയാനോ? എങ്ങനെ വിട്ടുകളയാനാ മോനെ പറയുന്നത്? എൻ്റെ മോനെ എല്ലാവരും കൂടി ഒരു കൊലപാതകിയാക്കി, ഒട്ടും പഠിക്കത്തില്ലാത്തവനാക്കി, എല്ലാം എൻ്റെ മോൻ്റെ തലയെ കെട്ടിവെച്ചില്ലേ? എല്ലാം ഞാൻ കാരണം കൂടെയല്ലേ? ഇവരെല്ലാം കാരണമാണ്. ഈ രവിയേട്ടൻ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയൊന്നും ഇത് വഷളാവില്ലായിരുന്നു. ഈ തെറ്റ് ചെയ്തവനെ ഞാൻ ജയിലിലേക്ക് അയച്ചേനെ എന്നും പറഞ്ഞ് ശ്രുതിയെ കുറെ തല്ലാണ്. ശ്രുതിയും അവിടുന്ന് പൊട്ടിക്കരയുന്നുണ്ട്. ശ്രുതിയാണെങ്കിലും കരച്ചിലാണ്. ചന്ദ്രൻ പറയുന്നുണ്ട്, വേണ്ടടാ, കരയണ്ട. നിന്റെ തെറ്റ് നീ തീർത്തണമായിരുന്നെങ്കിൽ എപ്പോഴേ നീ പറഞ്ഞേനെ എല്ലാവരോടും. തെറ്റ് ചെയ്തത് നീയാണെന്നുള്ള കാര്യം അവൻ ശിക്ഷ കഴിഞ്ഞ് വന്നപ്പോഴെങ്കിലും നീ പറയണമായിരുന്നു തെറ്റ് ചെയ്തത് നീയാണെന്ന്. ഇത്രയും കാലം അവനെ പരിഹസിക്കുന്നതും അവനോട് ദേഷ്യപ്പെടുന്നതും അവനെ വെറുക്കുന്നതും എല്ലാം കണ്ടിട്ടും നീ മിണ്ടാതിരുന്നില്ലേ? അതിനൊക്കെ നീ സപ്പോർട്ട് ചെയ്തില്ലേ? നിന്റെ മനസ്സിലുള്ള മൃഗമാണ് അപ്പോഴെല്ലാം പുറത്തുന്നത്. അന്ന് ആ കുഞ്ഞിനെ കൊന്ന നിന്റെ കുഞ്ഞിനെ കൊല്ലില്ലെന്ന് എന്താണ് ഉറപ്പ് എന്നൊക്കെ ചോദിച്ചിട്ട് സച്ചിയെ സുധീനെ അടിക്കുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, അമ്മേ സാരയില്ല, അതൊക്കെ വിട്ടുകളാ, അതെല്ലാം കഴിഞ്ഞ കാര്യങ്ങളല്ലേ. 10-20 വർഷം മുമ്പേ അവന് പറ്റിപ്പോയൊരു തെറ്റാണ്. അവനും അത്രയ്ക്ക് പ്രായമൊന്നും ഇല്ലായിരുന്നല്ലോ, അതുകൊണ്ട് അവന് സംഭവിച്ചു പോയതാ. അതൊക്കെ അമ്മ അങ്ങ് വിട്ടേക്ക് എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ചന്ദ്ര ഓടിയെന്ന് സച്ചിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. മോനെ, അമ്മയോട് ക്ഷമിക്കണം മോനെ. അമ്മ അറിഞ്ഞില്ലടാ ഒന്നും. എൻ്റെ മോനെ അമ്മ ഒരുപാട് തെറ്റിദ്ധരിച്ചു, ഒരുപാട് വേദനിപ്പിച്ചു, ഒരുപാട് തവണ എൻ്റെ മോനെ കരയിച്ചു. അതെല്ലാം നിന്റെ അച്ഛൻ ഒറ്റ ഒരുത്തൻ കാരണ. അച്ഛൻ ഒരിക്കലെങ്കിലും എന്നോട് പറയായിരുന്നു, നിന്റെ ചേട്ടൻ എന്ന് പറഞ്ഞാൽ സുധി ഉണ്ടല്ലോ, അവനും ഇത്രയൊക്കെ ഫ്രോഡ് പണിയും ഇത്രയൊക്കെ കള്ളത്തരം കാണിച്ചിട്ടും ഞാൻ അവനെ ഓരോ തവണയും എന്നെ നിന്നെ കൊണ്ട് വെറുപ്പിക്കുകയായിരുന്നു. നിന്റെ അടുത്തുനിന്ന് അവൻ അകറ്റായിരുന്നു. അതൊന്നും അറിയാതെ എൻ്റെ മോനെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചു. മോനെ എന്നോട് ക്ഷമിക്കുമെന്ന് പറഞ്ഞിട്ട് ചങ്ക് പൊട്ടി കരയുന്നുണ്ട് ചന്ദ്ര. സച്ചി പറയുന്നുണ്ട്, അമ്മേ സാരയില്ല, അമ്മ അതൊക്കെ വിട്ടുകളാ, അതൊക്കെ പണ്ടത്തെ കാര്യമില്ലേ. ഒരു ദിവസം പോലും ഓർക്കാതെ കിടന്ന് ഉറങ്ങാറില്ല നമ്മുടെ കുഞ്ഞനീത്തിനെ. അത് സാരയില്ലമ്മേ, അതൊക്കെ അങ്ങ് വിട്ടുകളാ. അതിന് പകരമല്ലേ നമുക്ക് ശ്രീകാന്തിനെ നമുക്ക് ദൈവം തന്നത് എന്ന് അവൻ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് അങ്ങനെയാണ് കേട്ടോ ആ ഒരു സംഭവം ഉണ്ടാകുന്നത്. അങ്ങനെ നമ്മുടെ ചന്ദ്രയ്ക്ക് സച്ചിയോടുള്ള ഇഷ്ടം കൂടുന്നുണ്ട്, സുധിയോട് നല്ല ദേഷ്യമാകുന്നുണ്ട്.
രവീന്ദ്രനാണെങ്കിൽ ഇതെല്ലാം അവൾ അറിഞ്ഞില്ലെന്നോർത്ത് ആശ്വസിക്കുന്നുണ്ട് കേട്ടോ. കാരണം ശ്രുതിയാണെങ്കിൽ നമ്മുടെ ശ്രുതിയോട് നല്ല ദേഷ്യമുണ്ട്, ഈ കാര്യങ്ങളൊന്നും ശ്രുതിയോട് പോലും പറയാത്തതിന്. അപ്പോഴേക്കും ശ്രുതി മനസ്സിൽ ഓർക്കുന്നുണ്ട്, അവൻ പറയാത്തതിന് ഞാൻ എന്തിനാ പിണങ്ങുന്നത്, ഇത്രയും വലിയ രഹസ്യം മറച്ചു വെച്ചിട്ടാണല്ലോ അവൾ നടക്കുന്നതെന്ന് അവൾ ഓർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെമ്പനീർ പൂവിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂസ് ഒക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. മിസ്സാവാതിരിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.